നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ നിലപാടിലേക്കാണ്. ഇന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് നടത്തിയ സംഭാഷണങ്ങൾ ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ച് അദ്ദേഹം മോദിയോട് പങ്കുവച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി അദ്ദേഹം മോദിയോട് വ്യക്തമാക്കിയത് ഒരു കാര്യമാണ്: ഇറാൻ ഒരിക്കലും ഒരു യുദ്ധത്തിന് തുടക്കമിട്ടിട്ടില്ല. സമാധാനപരമായ ചർച്ചകൾ നടക്കുമ്പോൾ പോലും അമേരിക്കയും ഇസ്രയേലും യാതൊരു പ്രകോപനവുമില്ലാതെ ഇറാനെ ആക്രമിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രത്യേകിച്ചും ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നടത്തിയ ആക്രമണങ്ങൾ വലിയൊരു വഞ്ചനയായാണ് ഇറാൻ കാണുന്നത്. ഇതിലൂടെ ഇറാന്റെ പരമോന്നത നേതാവും മുതിർന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ട സാഹചര്യം അദ്ദേഹം മോദിയെ ധരിപ്പിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക നടത്തിയ അതിക്രൂരമായ ആക്രമണങ്ങളെക്കുറിച്ചാണ്. അയൽരാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളിൽ നിന്ന് മിനാബിലെ ഒരു സ്കൂളിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 168 സ്കൂൾ കുട്ടികൾ രക്തസാക്ഷികളായ വിവരം പ്രസിഡന്റ് പെസഷ്കിയാൻ അതീവ ദുഃഖത്തോടെ മോദിയോട് പങ്കുവച്ചു. അമേരിക്കയുടെ ഈ നടപടി മനുഷ്യത്വരഹിതവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന അമേരിക്കൻ വാദത്തെ അദ്ദേഹം പൂർണ്ണമായും തള്ളി. ആണവായുധങ്ങൾ ഇസ്ലാം മതത്തിന് വിരുദ്ധമാണെന്നും അത് നിർമ്മിക്കരുത് എന്നും ഞങ്ങളുടെ പരമോന്നത നേതാവ് വ്യക്തമായ ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം മോദിയോട് പറഞ്ഞത്. മേഖലയിൽ അശാന്തി പരത്തുന്നത് ഇറാനല്ല, മറിച്ച് ലെബനൻ, ഗാസ, ഇറാഖ്, ഖത്തർ എന്നിവിടങ്ങളിൽ നിരന്തരം കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഇസ്രയേലാണെന്ന് അദ്ദേഹം കണക്കുകൾ സഹിതം വിവരിച്ചു. ഈ പോരാട്ടത്തിൽ ഇന്ത്യയുടെ സഹായമാണ് ഇറാൻ പ്രധാനമായും ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളുടെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കടന്നുകയറ്റങ്ങൾ തടയാൻ ഇന്ത്യ മുൻകൈയെടുക്കണമെന്നും മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം മോദിയോട് ആവശ്യപ്പെട്ടു. മേഖലയിലെ രാജ്യങ്ങൾ തന്നെ ചേർന്ന് ഒരു സുരക്ഷാ സംവിധാനം ഉണ്ടാക്കണമെന്നും വിദേശ ശക്തികളെ പുറത്താക്കണമെന്നുമാണ് പെസഷ്കിയാന്റെ നിർദ്ദേശം. ഇതിനോട് ഇന്ത്യയുടെ പ്രതികരണം അതീവ ശ്രദ്ധേയമാണ്. ലോകം ഉറ്റുനോക്കുന്ന ഈ ബന്ധം എങ്ങോട്ട് പോകും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.